രണ്ടാം ഭരണകൂടം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് ഇറാന്റെ മണ്ണിൽ അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ യുദ്ധവിമാനങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ, മറുവശത്ത് വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ അതിശക്തമായ ഉൾപ്പോരുകൾ അരങ്ങേറുകയാണ്. ഇറാൻ ഉയർത്തുന്ന അപ്രതീക്ഷിത സൈനിക വെല്ലുവിളികൾക്കൊപ്പം വൈറ്റ് ഹൌസിനുള്ളിലെ രാഷ്ട്രീയ ചതിക്കുഴികൾ കൂടിച്ചേരുമ്പോൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പദവി തെറിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെമ്പാടും ഉയരുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ പ്രത്യാക്രമണങ്ങളിൽ 7 അമേരിക്കൻ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടുവെന്ന വാർത്ത പെന്റഗണെയും വൈറ്റ് ഹൌസിനെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. ടെഹ്റാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായി പരിഷ്കരിച്ചതോടെ അമേരിക്കൻ വ്യോമസേനയ്ക്ക് നികത്താനാവാത്ത നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും സൈനികരുടെ മരണവാർത്തകൾ പുറത്തു വരുന്നതും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആധുനിക വിമാനങ്ങൾ നഷ്ടപ്പെടുന്നതും ഹെഗ്സത്തിന്റെ നേതൃത്വത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. മൊജ്തബ ഖമേനിയുടെ തന്ത്രപരമായ സൈനിക നീക്കങ്ങൾ അമേരിക്കയുടെ വ്യോമാധിപത്യത്തെ ഓരോന്നായി തകർക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹെഗ്സത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ വാഷിംഗ്ടണിൽ സജീവമാണ്. ഭരണകൂടത്തിനുള്ളിലെ ശുദ്ധീകരണ നടപടികൾ പീറ്റ് ഹെഗ്സത്തിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഭരണത്തോടുള്ള കൂറു പരിശോധിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ഈ പിരിച്ചുവിടലുകൾ ഹെഗ്സത്തിന്റെ വിശ്വസ്തരെയും ബാധിച്ചിട്ടുണ്ട്. ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോളുമായി ഹെഗ്സത്ത് നടത്തുന്ന പരസ്യമായ ഏറ്റുമുട്ടലുകൾ പ്രതിരോധ വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ അനുഭവ സമ്പന്നരായ മുതിർന്ന ജനറൽമാരെ നിർബന്ധപൂർവം പിരിച്ചുവിട്ട നടപടി സൈനിക വൃത്തങ്ങളിൽ ഹെഗ്സത്തിനെതിരെ വലിയ രോഷത്തിന് കാരണമായി. സ്വന്തം വകുപ്പിനുള്ളിലെ ഈ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് ട്രംപിന് ഹെഗ്സത്തിലുള്ള വിശ്വാസം ക്രമേണ കുറയാനിടയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് സിഗ്നൽ ഗേറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ വിവര ചോർച്ച വിവാദം ഹെഗ്സത്തിനെ വേട്ടയാടുന്നത്. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട യുദ്ധതന്ത്രങ്ങളും സൈനിക നീക്കങ്ങളും ചോർന്നുവെന്ന ആരോപണം പെന്റഗണിലെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ പാടെ തകർത്തിരിക്കുകയാണ്. യുദ്ധകാലത്ത് ഒരു പ്രതിരോധ സെക്രട്ടറി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണിത്. ശത്രു രാജ്യങ്ങൾ അമേരിക്കൻ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നുണ്ടോ എന്ന സംശയം സൈന്യത്തിനുള്ളിൽ ശക്തമായതോടെ ഹെഗ്സത്തിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി ഒരു ശുദ്ധീകരണം നടത്തണമെന്ന ആവശ്യം ഭരണകക്ഷിക്കുള്ളിൽ തന്നെ ശക്തമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്റെ യുദ്ധകാല മന്ത്രിസഭയെ അടിയന്തരമായി പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഹെഗ്സത്തിന്റെ രാഷ്ട്രീയ അതിജീവനം ഏറെക്കുറെ അസാധ്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനിലെ ദയനീയ പരാജയങ്ങളും വാഷിംഗ്ടണിലെ അധികാരപ്പോരും ഒരുപോലെ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. അമേരിക്കയുടെ ഭാവി യുദ്ധതന്ത്രങ്ങൾ ആര് തീരുമാനിക്കുമെന്നത് ഈ അധികാര പോരാട്ടത്തിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. ഹെഗ്സത്തിന്റെ പതനം സംഭവിക്കുകയാണെങ്കിൽ അത് ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നുറപ്പാണ്. ഇറാൻ അതിർത്തിയിൽ ആളിപ്പടരുന്ന യുദ്ധവും വൈറ്റ് ഹൌസിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും അമേരിക്കയെ ഒരേ സമയം 2 മുന്നണികളിൽ പരാജയപ്പെടുത്തുകയാണ്. സ്വന്തം പാളയത്തിലെ കലഹങ്ങൾ തീർക്കാൻ കഴിയാതെ പോയാൽ അതിർത്തി കടന്നു വരുന്ന ശത്രുക്കളെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന കടുത്ത തിരിച്ചറിവിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. പീറ്റ് ഹെഗ്സത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തു തന്നെയായാലും ഈ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെയും ലോകത്തെയും സൈനിക സമവാക്യങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും വരും ദിവസങ്ങളിൽ അടിമുടി മാറ്റിമറിക്കുമെന്ന് തീർച്ചയാണ്. സൈനിക പരാജയവും ഭരണപരമായ അസ്ഥിരതയും ഒരുപോലെ നേരിടുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇത് പരീക്ഷണങ്ങളുടെ കാലമാണ്.